ഹലോ, നമസ്കാരം. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഇഷ്ടായോ? സൗന്ദര്യം അത് ആസ്വദിക്കാനുള്ളതാ അല്ലേ? കാണാൻ കൊള്ളാവുന്ന ചെറുക്കനോ പെണ്ണോ സൗന്ദര്യമുള്ള എന്തും നമ്മൾ കണ്ടിരുന്നു പോകും അല്ലേ? ബട്ട് ഇത് കുറച്ച് ഓവറല്ലേ? കേരളത്തിലെ മലയാളികൾക്ക് ഇത്ര ദാരിദ്ര്യമാണോ? ഇവരങ്ങ് അമേരിക്കയിൽ ഡോക്ടർമാരാണെന്നാണ് പറയണത്. ഇത്തരം വീഡിയോസ് ഒക്കെ ഇട്ട് ഇവരെന്താണ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ അമേരിക്കയിലെ ജീവിത സാഹചര്യം ഇങ്ങനെയാണെന്നാണോ? അതോ കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണം എന്നാണോ? ഇവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഓൺലൈൻ മീഡിയാസും ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വിഷമിച്ച് സങ്കടപ്പെടുന്ന മലയാളി സമൂഹത്തിലുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട്ടിലിരിക്കുന്നതൊന്നും ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് ഇങ്ങനെയല്ലല്ലോ, എനിക്കിതുപോലത്തെ ഒരെണ്ണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ വെറും പ്രഹസനാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ വളരെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രൈവറ്റായിട്ട് നമ്മുടെ റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക്കിലിട്ട് റീച്ച് കൂട്ടുന്ന ഇതൊക്കെ കാണുമ്പോൾ എനിക്കിവിടെ പുച്ഛമാണ്. ചിലപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഒരു കുലസ്ത്രീ ആണെന്ന്. ഞാൻ അത്ര വലിയ കുലസ്ത്രീയൊന്നുമല്ല. അത്യാവശ്യം കാര്യങ്ങളിൽ നമ്മൾ കുഴപ്പമില്ല. എന്നാലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പറയാതെ. ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോൾക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന കുലസ്ത്രീ 0.1 വെർഷൻ പ്രിയമോൾ.